നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. That is, answer any 2 questions from 32 to 34. Each carries 8 scores. ഓക്കെ, 3 ചോദ്യം തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അതിൽ 32ാമത്തെ ചോദ്യം 8 മാർക്കിൻ്റെ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 8 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ബൈ ഹെൻറി ഫയർ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പാഠം എടുക്കുന്ന സമയത്ത് എന്തായാലും പ്രിൻസിപ്പിൾസ് എന്തായാലും ചോദിക്കും. ഒന്നെങ്കിൽ ഹെൻറി ഫയറിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ FW ടൈലറിൻ്റെ ആയിരിക്കും. ആരെങ്കിലും ഒരാളുടെ എന്തായാലും പ്രിൻസിപ്പിൾ ഷ്യൂർ ക്വസ്റ്റ്യൻ ആണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ ആദ്യം എന്താണ് ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതുക. എങ്ങനെയാണ് എഴുതേണ്ടത്? ഹെൻറി ഫയോൾ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ജനറൽ മാനേജ്മെൻറ്റ് അല്ലേ. അതിനുശേഷം ദ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ഗിവൺ ബൈ എന്ന് പറഞ്ഞിട്ട് എത്ര എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്? 8 എണ്ണം. നമുക്ക് മൊത്തം 14 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഏതൊക്കെയാണത്? ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, സ്കാലാർ ചെയിൻ, ഗ്യാങ് പ്ലാങ്ക്. സ്കാലാർ ചെയിനിൽ വരുന്നതാണ് ഗ്യാങ് പ്ലാങ്ക്. ഓർഡർ, ഇക്വിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ, ഇനീഷ്യേറ്റീവ്, എസ്പിരിറ്റ്, ഡീകോപ്സ്. ഇതിൽ ഏതെങ്കിലും 8 എണ്ണം എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് എഴുതണം എന്നുള്ളത്. ഈ 14 എണ്ണത്തിൽ ഏതെങ്കിലും 8 എണ്ണം എഴുതിയാൽ മതി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ എഴുതുന്നത് നമ്മുടെ ഈ ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾ തന്നെയാണെന്നൊന്ന് ഉറപ്പിച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് ഇപ്പോഴും ഡൗട്ടാണ്, ഹെൻറി ഫയോളിൻ്റെത് ചോദിക്കുമ്പോഴാണോ FW ടൈലറിൻ്റെ ചോദിക്കുമ്പോഴാണോ ഞാനിത് എഴുതേണ്ടതെന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്കത് മാറിപ്പോവരുത്. FW ടൈലറിൻ്റെ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ആണ്, അത് വേറെ തന്നെയാണ്. അത് ഇതിൻ്റെ കൂടെ കൂട്ടി നിങ്ങൾ കുഴക്കരുത്. കാരണം എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് തെറ്റി പോകുന്നതായിട്ട് കാണാണ്ട്. ഹെൻറി ഫയോളിൻ്റെത് 14 പ്രിൻസിപ്പിൾ. അപ്പം നമുക്കൊന്ന് നോക്കാം. നമുക്കൊരു 8 എണ്ണം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് നോക്കാം. Division of work. This principle states that a complex work should be divided into small tasks and each task should be assigned to a particular employee. Division of work leads to specialization. അത്ര മതി. ജസ്റ്റ് ആ ഒരു പ്രിൻസിപ്പിളിൻ്റെ പേര് എഴുതുക, അതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ എഴുതുക. അത്രയും ഉദ്ദേശിക്കുന്നത്. കാരണം 8 പ്രിൻസിപ്പിൾ എഴുതുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അത് വന്നോളും. ഓക്കെ, നിങ്ങൾ ടൈമും കൂടി മാനേജ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. ദെൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി അതുപോലെ തന്നെ എഴുതാം. ഡിസിപ്ലിൻ എഴുതാം. യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, സ്കാലാർ ചെയിന്. പിന്നെ ഓർഡർ നേരത്തെ 1 വേർഡിനൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പീപ്പിൾ ആൻഡ് മെറ്റീരിയൽ മസ്റ്റ് ബി ഇൻ സ്യൂട്ടബിൾ പ്ലേസസ്. ഓക്കെ, അപ്പോൾ വിദഗ്ധരുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദെൻ ഇക്വിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ, ഇനീഷ്യേറ്റീവ്, എസ്പിരിറ്റ്, ഡീകോപ്സ്. അതിൽ ഏതെങ്കിലും 8 എണ്ണം എഴുതുക, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. റെഡി അല്ലേ? അടുത്ത ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 4 എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഇത് ഏതാ ചാപ്റ്റർ വരുന്നത്? ഇത് നമ്മുടെ സ്റ്റാഫിങ്ങിൽ വരുന്ന ഏരിയ ആണ് എന്ത് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ നമുക്കറിയാം റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെർച്ചിങ് ഫോർ ദ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റ് ദെം ടു അപ്ലൈ ഫോർ ദ ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. അതാണ് എന്ത് റിക്രൂട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ. 2 തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റ് ഉണ്ട്, ഇൻറ്റേർണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും. അതിൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ സോഴ്സ് എന്ന് വരാൻ നമുക്ക് 9ഓളം എക്സ്റ്റേണൽ സോഴ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റേർണൽ ആകുമ്പോൾ സുഖാകെ 2 ഉള്ളൂ. പക്ഷെ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് വെച്ചാൽ എന്താ? അപ്പോൾ ആദ്യം നിങ്ങൾ അതാണ് എഴുതേണ്ടത്. എന്താണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്നൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. എങ്ങനെയാണ്? സെലക്ഷൻ ഓഫ് എംപ്ലോയീസ് ഫ്രം ഔട്ട്സൈഡ് ദ എൻ്റർപ്രൈസ് ഈസ് നോൺ ആസ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ പുറമേ നിന്നുമാണ് നമ്മൾ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 4 എക്സ്റ്റേണൽ സോഴ്സ് എഴുതി അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 8 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമുക്ക് എഴുതാനുണ്ട്. 4 എണ്ണമാണ് എഴുതാൻ പറഞ്ഞിട്ടെങ്കിലും നമ്മൾ എന്താ പറയുക, അതിനനുസരിച്ച് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് എഴുതാം? ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്,
casual callers, advertisement, employment exchange, placement agencies and management consultants, campus recruitment, recommendations of employees, labor contractors, web publishing. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. 4 എണ്ണം എഴുതുക. അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിനും കൂടി ചെയ്താൽ സംഭവം കിട്ടും. ഇപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എങ്ങനെ എഴുതേണ്ടത്? അണ്ടർ ദ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എ നോട്ടീസ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ നോട്ടീസ് ബോർഡ് ഓഫ് ദ എൻ്റർപ്രൈസ് സ്പെസിഫൈങ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ജോബ്സ് അവൈലബിൾ. Job seekers assemble outside the premises of the organization on the specified date and selection is done on the spot. It is suitable for filling the casual vacancies. ഇത്ര എഴുതിയാൽ മതി. ഇനി കാഷ്വൽ കോളേഴ്സ് ആണെങ്കിൽ മെനി റെപ്യൂട്ടഡ് ബിസിനസ് ഓർഗനൈസേഷൻ കീപ്പ് എ ഡേറ്റാബേസ് ഓഫ് അൺസോളിസിറ്റഡ് അപ്ലിക്കൻസ് ഇൻ ദെയർ ഓഫീസ്. ദീസ് ലിസ്റ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ റിക്രൂട്ട്മെൻറ്റ്. Then advertisement, എല്ലാവർക്കും അറിയാം. Advertisement in newspapers or trade and professional journals is generally used when a wider choice is required. Employment exchanges keep records of job seekers and will be supplied to business concern on the basis of their requisition. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എഴുതിയിട്ടില്ല, പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എക്സാമിന് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇട്ട സമയത്ത് അതിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഫൈനൽ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് പ്രിപ്പയർ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മളുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ ചാപ്റ്റർ വൈസ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കൂ കേട്ടോ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഏതാണ് ചാപ്റ്റർ എഴുതുന്നത്? നിങ്ങളിത് മുഴുവൻ എഴുതണ്ട കേട്ടോ. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. നമുക്ക് 8 മാർക്കിൻ്റെ 2 ചോദ്യമാണ് നിങ്ങളോട് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. റെഡി അല്ലേ? സോ അടുത്ത ലാസ്റ്റ് ചോദ്യം, 8 മാർക്കിൻ്റെ അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു നെറ്റ്വർക്ക്, കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എലമെൻറ്റ്സ് ഡിസ്ക്രൈബ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ് ചോദിച്ചത്. എങ്ങനെയാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്? ഓക്കെ, റെഡി. സോ അത് നമ്മൾ എങ്ങനെയാണ് നടക്കുക? അത് നമ്മൾ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം അതിൻ്റെ ഒരു ഫോട്ടോ ഇതിൻ്റെ കൂടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ ആ ഒരു എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഉണ്ടായിരിക്കുന്ന അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ ഒരു എന്തൊക്കെ എലമെൻ്റാണ് അതിൽ വരുന്നതെന്ന് പറയാം. ഒന്ന് സെൻഡർ, മെസ്സേജ്, എൻകോഡിങ്, മീഡിയ, ഡീകോഡിങ്, റിസീവർ, ഫീഡ്ബാക്ക്, നോയ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഇൻക്ലൂഡഡ് ആവും. അപ്പോൾ സെൻറ്റർ എന്ന് വെച്ചാൽ ആരാണ്? അപ്പോൾ ആദ്യം അത് എഴുതുക. അങ്ങനെ എന്താ പറയുക, ആദ്യം നിങ്ങൾ ജസ്റ്റ് സെൻറ്റർ എന്ന് കൊടുക്കുക. അതിൻ്റെ ഒരു ബോക്സൊക്കെ വരച്ച് സെൻറ്റർ, അത് ആരോ മാർക്ക് ഇട്ടിട്ട് അടുത്തത് മെസ്സേജ്, എന്താണ് മെസ്സേജ്, പിന്നെ എൻകോഡിങ്, മീഡിയ, ഡീകോഡിങ്, റിസീവർ, ഫീഡ്ബാക്ക്, നോയ്സ് എന്നാണ് കൊടുക്കുക. അപ്പോൾ അതെങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ഒരു ഫോട്ടോ രൂപത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് സെൻഡർ? സെൻഡർ എന്ന് എഴുതിയിട്ട് ദ സെൻഡർ ഈസ് എ പേഴ്സൺ ഹൂ സെൻഡ്സ് മെസ്സേജ് ഓർ എൻ ഐഡിയ ടു ദ റിസീവർ. സെൻഡർ ആണ് റിസീവർക്ക് ഐഡിയോ മെസ്സേജോ എന്ത് ചെയ്യുന്നത്? സെൻഡ് ചെയ്യുന്നത്. 2, മെസ്സേജ്. മെസ്സേജ് ഈസ് എ സബ്ജക്റ്റ് മാറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു സബ്ജക്റ്റ് മാറ്ററിനെയാണ് എന്ത് വിളിക്കുന്നത്? മെസ്സേജ് എന്ന് വിളിക്കുന്നത്. റെഡി. പിന്നെ വരുന്നത് എൻകോഡിങ്. എൻകോഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് കൺവേർട്ടിംഗ് ദ മെസ്സേജ് ഇൻ ടു കമ്മ്യൂണിക്കേഷൻ സിമ്പിൾ സച്ച് ആസ് വേർഡ്സ്, പിക്ചേഴ്സ് എക്സെട്ര. നമ്മുടെ മെസ്സേജിനെ സിമ്പിളാക്കി കൺവേർട്ട് ചെയ്യുന്ന വാക്കുകളായും രൂപങ്ങളായും ചിത്രങ്ങളായും അതിനെ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയാം. ദെൻ മീഡിയ. മീഡിയ മീൻസ് ഇറ്റ് ഈസ് ദ പാത്ത് ത്രൂ വിച്ച് എൻകോഡഡ് മെസ്സേജ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു റിസീവർ. സെൻഡറിൻ്റെ കയ്യിൽ നിന്ന് റിസീവറിൻ്റെ കയ്യിലേക്ക് ആ മെസ്സേജ് പാസ് ചെയ്യുന്ന ആ ഒരു പാത്ത്, ആ വഴീനെ, ആ ചാനലിനെ വിളിക്കുന്ന പേരാണ് മീഡിയ. ദെൻ ഡീകോഡിങ്. ഡീകോഡിങ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എൻകോഡഡ് സിമ്പിൾസ് ഓഫ് ദ സെൻഡർ. അതായത് സെൻഡർ അയച്ചിട്ടുള്ള ആ ഒരു മെസ്സേജിനെ എന്താ പറയുക, റിസീവറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന, കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക? സിമ്പിളിനെ മനസ്സിലാവുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് ഡീകോഡിംഗ് എന്ന് പറയുക.
ദെൻ റിസീവർ, ആർക്കാണോ അയക്കുന്നത്, റിസീവർ ഈസ് എ പേഴ്സൺ ഹൂ റിസീവ്സ് ദ മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആൾ. ദെൻ 7 ഫീഡ്ബാക്ക്, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദോസ് ആക്ഷൻസ് ഓഫ് റിസീവർ ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഹി ഹാസ് റിസീവ്ഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ മെസ്സേജ് ഓഫ് സെൻഡർ. നമുക്ക് കാര്യം മനസ്സിലായി എന്ന് അറിയണമെങ്കിൽ ഈ റിസീവറുടെ റിപ്ലൈ കേട്ടാലേ മനസ്സിലാവുള്ളൂ. ദെൻ നോയ്സ് മീൻസ് സം ഒബ്സ്ട്രക്ഷൻ ഓർ ഹിൻഡ്രൻസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ചിത്രം, ആ ഒരു പ്രോസസ്സ്. നിങ്ങൾ ഇതുപോലെ തന്നെ വരയ്ക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ള രീതിയിൽ ആ ഒരു പ്രോസസ്സ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് കാണിക്കുന്നത്. ഇത് പരസ്പരം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, മെസ്സേജ് ഡീകോഡിങ്, റിസീവർ, എൻകോഡിങ്, ഫീഡ്ബാക്ക്, അതേപോലെ തന്നെ എൻകോഡിങ്, സെൻഡർ, ഈ കാര്യങ്ങളെല്ലാം കോർത്തിണക്കിയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു ചിത്രമാണ് ഇത്. നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അത് ഇങ്ങനെ തന്നെ വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ബോക്സ് വരച്ച് ആരോ മാർക്ക് ഇട്ട് എഴുതി കഴിഞ്ഞാലും ഓക്കെ തന്നെയാണ്, അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തതന്നേ ഉള്ളൂ.